ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫിഫ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി കിണ്ണം കാച്ചി വീഡിയോ ആയിട്ടാണ്. 4-5 ദിവസമായിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഈവൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ലാലിഗ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിൽ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടീം നമ്മുടെ സ്ട്രൈക്കർ ജുവ പെഡ്രോ, പിന്നെ നമ്മുടെ സെൻട്രൽ മിഡിനൊക്കെ ഏതൊരു പ്ലെയറിനെ ആക്കി, റൈറ്റ് ബാക്കിനെയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 14 മില്യൺ കോയിൻസ് ഒക്കെ കിട്ടി ഗൈസ്. അത് എങ്ങനെയാണ് അതൊക്കെ ലാസ്റ്റ് ഞാൻ പറയാത്തതാണ്. നമ്മൾ കുറേ കോയിൻസ് കിട്ടാനുള്ള വഴിയൊക്കെ നമ്മളന്ന് വാട്ടിഫിന് വന്നിട്ട് പിന്നെ വന്നതേ ഇല്ല. അപ്പം നമ്മുടെ ലാലിഗയ്ക്ക് കിടക്കാം. ലാലിഗ പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയേണ്ടതാണല്ലോ ഗൈസ്. നമ്മൾ നേരത്തെ വന്നതാണ് ലാലിഗയിൽ. പിന്നെ ഇല്ലേ നമ്മൾ പറയാം ടോട്ട്സിൽ പിന്നെ റൊണാൾഡോനെയൊക്കെ വെച്ച് പിന്നെ ഞാൻ മുഴുവൻ 101 ആക്കി. ടോട്ട്സ് ഐക്കൺ പോയിന്റ്സ് 101 ആക്കി. അത് ഞാൻ സ്കിൽ ഗെയിം കുറേ ദിവസം കളിച്ചിട്ടുണ്ടായിരുന്നു, റഷ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൊണാൾഡോൻ്റെ ബാക്ക് ആരും ഓപ്പൺ ചെയ്യരുത്. 115 ആ നല്ല ബാക്കാണ്, അടിപൊളിയാണ്, സെറ്റ്. ഞാൻ ആട്രിബ്യൂട്ടൊക്കെ നോക്കിയതായിരുന്നു. പക്ഷേ ഈ 50 കൊടുത്തിട്ട് ചെയ്യലേ വേണ്ട. എന്താണ് കൊടുത്ത പ്രശ്നം? ഞാൻ ഈ സ്ട്രൈക്കറിനെ എടുക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഒരു പ്ലാറ്റിയോ പറഞ്ഞിട്ടൊരു പ്ലെയറിനെ. അപ്പോൾ നമ്മുടെ ലാലിഗയ്ക്ക് ഇറക്കാം. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ ശരിയെന്ന് എനിക്കറിയില്ല. ലാലിഗയിൽ ഞാനിപ്പോൾ ഇതൊക്കെ മാച്ചുകളൊക്കെ പ്രശ്നമായില്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. അതൊക്കെ നമ്മൾ നേരാക്കാം, വഴി നേരാക്കാം. അപ്പോൾ ഒരു മിനിറ്റ്, ഇതിൽ തന്നെ സമയം. ഈ ലാലിഗ ഇതിൻ്റെ എപ്പോഴും സ്കിൽ ഗെയിം കളിക്കാൻ നമ്മൾ വീക്കിൽ എപ്പോഴും കളിക്കണവർ ആരും വെച്ച് കിട്ടേണ്ടതായിരിക്കും. പിന്നെ ഇത് നമ്മൾക്ക് സാധാ നമ്മുടെ ഇങ്ങനെ ഓരോന്ന് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ ലാലിഗ പോയിന്റ്സ് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 110ൻ്റെ ഒരു സെൻട്രൽ മിഡിനെ കിട്ടും. അത് നല്ലതൊന്നും അല്ല ഗൈസ്. നമ്മുടെ വാൽവെർഡെ ഇല്ലേ, അവനാണ് നല്ല ബെസ്റ്റാണ് കേട്ടോ. 110ൻ്റെ നമ്മൾ മാർക്കറ്റിനൊക്കെ വാങ്ങണമെന്ന് 303 ലക്ഷമൊക്കെ മില്യണൊക്കെ കൊടുക്കണം. നിങ്ങൾ ഇരുന്ന് വാങ്ങുക, അല്ലാണ്ട് ആരും തരില്ല. നല്ലതൊക്കെ തന്നെ, അടിപൊളി സെറ്റാണ്. ഞാൻ മാർക്കറ്റിന് ആട്രിബ്യൂട്ട്സൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തിരി സോങ്സൊക്കെ കിട്ടുന്നു കേസ്, കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി, ഇത് പ്രശ്നമൊക്കെ നന്നായിട്ട് അടിപൊളിയാണ്, നല്ല കുഴപ്പമൊന്നുമില്ലാത്തതാണ്. ഞാൻ വിചാരിച്ചു റൊണാൾഡോനെ കിട്ടും, റയൽ മാഡ്രിഡിനോട് പിന്നെ റൊണാൾഡോ കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു മിസ്റ്ററി, നമ്മളുടെ OVRനൊന്നും കൊടുത്തിട്ടില്ല. ഫൈനലി റിവാർഡായിട്ടാണ്. ചിലപ്പോൾ ഈ മുഴുവൻ പസിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ലാലിഗ പാസ് ചലഞ്ച് മൂടൊക്കെ പിന്നെ നമ്മുടെ സാധാ മേലെയൊക്കെ തന്നെ അതൊക്കെ ഉണ്ട്. നമ്മുടെ നിങ്ങൾ പ്രീമിയം എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ലൂക്ക മോട്രിച്ചിനെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബെൽഡി പറഞ്ഞിട്ടൊരു പ്ലെയറിനെ കിട്ടും. ഇതൊക്കെ ഞാൻ പിന്നെ കംപ്ലീറ്റ് ആക്കി. ബെൽഡി 109. ഞാനിത് എന്താ ടീമിലേക്കാണ് മോട്രിച്ച് പ്രീമിയം എടുക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ചാലഞ്ച് മോഡ് പിന്നെ ഒന്നുമില്ല. എനിക്ക് ആ കൊമ്പലിനെ എടുക്കാനും പറ്റില്ല. ലാസ്റ്റ് വരയ്ക്ക് എത്തിയതാ നോക്ക് ഗൈസ്. കൊമ്പലിൻ്റെ ലാസ്റ്റ് വരയ്ക്ക് 140 ആക്കിയതാണ്. അപ്പേക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോയി. അത് കാരണം അത് എനിക്കിനി പറ്റില്ല. പിന്നെ ഫിഫ പോയിന്റ്സ് കിട്ടണ പറഞ്ഞാൽ ഞാൻ ഇതൊന്നും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അത് പിന്നെ ഒന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ലാലിഗയിൽ പറയാനൊക്കെ ഉള്ളൂ. മാച്ച് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ നമ്മുടെ സ്പോർട്സ് കളക്ഷനൊക്കെ നമ്മുടെ ബെഡ്രി വാലഡർ അതൊക്കെ തന്നെ പിന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ കാശ് തന്നെ കിട്ടിയത് എന്നല്ല, അതാണ് നമുക്ക് അടുത്തത് കിടക്കുന്നത്. അത് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ ടീം ഓഫ് ദ വീക്ക് ഇല്ലേ, ടീം ഓഫ് ദ വീക്ക് നമ്മൾ കുറേ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ടീം ഓഫ് ദ വീക്കിൽ ഈ 102 പ്ലസ് OVRൻ്റെ ആരെങ്കിലും കൊടുത്താൽ നമ്മൾക്ക് 1 മില്യണോ 3 മില്യണോ കിട്ടാനുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ നമ്മൾക്ക് മറ്റേ 2023 പ്ലെയറൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഈ 10 ലക്ഷം അതൊക്കെ എടുക്കുക. പിന്നെ ഈ എക്സ്ചേഞ്ചിൽ പിന്നെ ഇതല്ലാണ്ട് തന്നെ നമ്മൾക്ക് ഡിവിഷൻ റിവേഴ്സ് ഇതല്ല, സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ഡിവിഷൻ റിവേഴ്സിലുണ്ട്.
ഞാൻ മുഴുവൻ പറയാം. നെറ്റിൻ്റെ പ്രശ്നം വരാണ്ടിരുന്നാൽ നന്നായി. ഡിവിഷൻ റിവാർഡ്സ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ന്യൂ ആയിട്ട് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ ഈ ഫ്രീ ആയിട്ടല്ല, നമുക്ക് ഇത് ഈവൻ്റ് ഷോപ്പ് എടുത്തിട്ട് നമ്മൾ ഇത് കൊടുക്കുക. ഡിവിഷൻ റിവാർഡ്സിൽ 100 കൊടുക്കുമ്പോൾ നമുക്ക് 1 മില്യൺ കോയിൻസ് കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ 57. ഞാൻ ഇതും കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പിന്നെ ഒന്നുമില്ല, എൻ്റെ ബുണ്ടസ് ലീഗ പ്രൊഫൈലൊക്കെ 18 ലെവല്. ഞാൻ പിന്നെ ലീഗൊക്കെ മാറ്റി. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീട്ടിൽ തിരിച്ചു വരണ്ടായിരിക്കും. അതുവരെയും സ്റ്റേ ടു ബൈ ബൈ, പീസ് ഔട്ട്.